മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ദൈവത്തോട് പരിഭവപ്പെട്ടിട്ടുണ്ടാകും. എത്രയോ നാളായി കർത്താവെ, ഞാൻ ഈ കാര്യം നിന്നോട് ചോദിക്കുന്നതാണ്, എനിക്ക് നൽകിയില്ലല്ലോ. ചിലപ്പോൾ മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും നമ്മൾ ചിലപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ കർത്താവിനോട് സമർപ്പിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നടത്തിത്തരാൻ, ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ, ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മൾ കർത്താവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നടത്തി തന്നിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് പരിഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് എന്തുകൊണ്ട് എനിക്കത് നടത്തി തന്നിട്ടില്ല? ചിലപ്പോൾ നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞു, അത് കർത്താവ് അതിനേക്കാളും നല്ലൊരു അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി കർത്താവ് അത് ചിലപ്പോൾ ആ സമയത്ത് അത് ചെയ്തു തന്നില്ല. മത്തായിയുടെ സുവിശേഷം 7:11 ഇപ്രകാരം ഒരു തിരുവചനം, നമുക്കറിയാവുന്ന ഒരു തിരുവചനം: സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും, എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ദൈവം ചോദിക്കുന്നവർക്ക് കൂടുതൽ നന്മയാണ് നൽകുന്നത്. ഏറ്റവും നല്ല നന്മ ദൈവം നൽകും. ദൈവം നന്മ മാത്രമേ നൽകുകയുള്ളൂ. പക്ഷെ അത് ഏറ്റവും നല്ല നന്മയാണ് ദൈവം നൽകുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നടക്കാതെ വരുമ്പോൾ, അത് പൂർത്തീകരിക്കാതെ വരുമ്പോൾ, അത് ലഭിക്കാതെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവം അതിനേക്കാളും നല്ല നന്മ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവം നടത്തിത്തരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ ഏറ്റവും നല്ലതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തി തന്നത്. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു കാലവിളംബം ഉണ്ടാകും. അതിൽ പരിഭവപ്പെടേണ്ട കാര്യമില്ല. ലൂക്കയുടെ സുവിശേഷത്തിൽ 11:13 ഈ പറഞ്ഞ കാര്യത്തെ ഇങ്ങനെയാണ് പറയുന്നത്: എത്രയധികമായിട്ട് തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? എത്രയോ അധികമായിട്ട് നൽകുന്നത്, ദൈവം കൂടുതൽ നന്മയായിട്ട് നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്കെല്ലാവരുടെയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ നന്മ ഏതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ബാക്കിയുള്ളതൊക്കെ ഭൗതികമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിത്യരക്ഷയ്ക്ക് നമുക്ക് വേണ്ട ഒരൊറ്റ ഏറ്റവും വലിയ നന്മ, സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ നന്മയും സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും, അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ നിരന്തരമായ അപേക്ഷകളിലും നമ്മൾ കർത്താവിൻ്റെ പക്കൽ സമർപ്പിക്കേണ്ട കാര്യം അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നൽകണമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നൽകണമേ, ദാനങ്ങൾ, ഫലങ്ങൾ, കൃപകളെല്ലാം നൽകണമേ എന്ന് നമുക്ക് ചോദിക്കാം. കാരണം അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്ക 11:13 എത്രയധികമായിട്ട് കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ചോദിക്കുന്നവർക്ക് ദൈവം നൽകിയിരിക്കും. ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:19 നമ്മൾ കാണുന്നുണ്ട്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ദൈവം തരും. നമുക്ക് ഈ തിരുവചനത്തെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ നിത്യജീവിതത്തിൽ ആവശ്യമായതെല്ലാം ദൈവം നൽകുന്നുണ്ട്, ദൈവം നൽകുകയും ചെയ്യും. ഹൃദയത്തിൽ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.